ഒരു കഥ കൂടി കേൾക്കാം. അകലേക്ക് വിനിത രാമചന്ദ്രൻ അവതരിപ്പിക്കുന്നു. കരുതിയതിലും നേരത്തെ ട്രെയിൻ എത്തിയതിനാൽ ധൃതിപ്പെട്ടുള്ള ഓട്ടം ഒഴിവായി. പ്രതാപൻ മനസ്സിൽ പറഞ്ഞു. ഇന്നെങ്കിലും ഒരു സീറ്റ് എനിക്കായി കരുതി വെച്ചതുപോലുണ്ട്. പതിയെ ട്രെയിൻ നീങ്ങിത്തുടങ്ങി. മനസ്സൊക്കെ ഭ്രാന്തമായ ചിന്തയിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴായിരുന്നു കണ്ണിലേക്കൊരു വെള്ളി വെളിച്ചം പോലെ ഒരു കൊച്ചു മാലാകക്കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതാപന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ജനറൽ കമ്പാർട്ട്മെന്റ് ആയതിനാൽ കളിക്കാൻ സ്ഥലവുമുണ്ട്. ആ കുഞ്ഞിന്റെ കളിയും ചിരിയും എന്തോ മനസ്സിലേക്കൊരു കുളിർക്കാറ്റു പോലെ തഴുകി. കൂടെ കുറെ പേരുണ്ടല്ലോ. ദൂരേക്ക് യാത്ര ചെയ്യേണ്ടവരാണെന്നാ തോന്നുന്നത്. കുഞ്ഞിന്റെ പാൽപ്പല്ലു കാട്ടിയുള്ള ചിരി എങ്ങോ എപ്പോഴോ തനിക്ക് നഷ്ടമായ കുഞ്ഞോമനയുടേതാണെന്നൊരു തോന്നൽ ചിന്തകൾ ആഴത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങിയിരിക്കുന്നു. നാളുകളേറെയായി മനസ്സ് കുറ്റബോധത്താൽ അലയുകയാണ്. സ്വയം നഷ്ടപ്പെടുത്തിയ ജീവിതം. ഇന്ന് ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന തോന്നൽ. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റ്, ഒരിക്കലും തീരാത്ത പാപവും പേറി അലയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ശക്തമായ തിരമാല ആഞ്ഞു വീശും പോലെ മനസ്സ് പിടയാൻ തുടങ്ങിയിട്ട് മറക്കാൻ ശ്രമിക്കുന്ന കുറെ പൊയ്മുഖങ്ങൾ, സ്വപ്നമണ്ഡലത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് കടന്നുപോയ നിമിഷങ്ങൾ, സ്നേഹിച്ചവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയതിനുള്ള ശിക്ഷ. വിവാഹ വാഗ്ദാനം നൽകി ഒരുവളെ വഞ്ചിച്ചു. കാര്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞപ്പോഴും കാലുപിടിച്ചു കെഞ്ചിയപ്പോഴും ഒരു കുഞ്ഞ് ഉദരത്തിൽ പിറവി കൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോഴും വെറും വേശ്യയായി കണ്ടവളെ ആട്ടിപ്പുറത്താക്കിയ ഞാൻ എന്തൊരു നീചനാണ്. പണത്തിന്റെ അഹങ്കാരം മാത്രം. ഇപ്പോൾ പേരിനു മാത്രം പ്രതാപമുള്ള പ്രതാപൻ. ആഹാ, എന്തൊരു സുഖമുള്ള പേര്. യാത്ര ചെയ്യുമ്പോഴും കഴിഞ്ഞുപോയ കാലത്തിന്റെ ഓർമ്മകൾ മനസ്സിലൊരു തീമഴയായി ആഞ്ഞു വീശുമ്പോഴും മരച്ചിലകൾക്കിടയിലൂടെ സൂര്യകിരണങ്ങൾ അഗ്നിജ്വാല പോലെ തിളങ്ങി. യുവത്വത്തിന്റെ ലഹരിയിൽ ഞാനാണ് ഭാഗ്യവാൻ എന്ന അഹങ്കാരം. എന്നാൽ തിരിച്ചറിയാൻ വൈകി. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ കാശും കുടുംബമഹിമയുമുള്ള ഒരുവളെ വിവാഹം ചെയ്തപ്പോൾ അവളിലെ മറ്റൊരു മുഖത്തെ അറിയാൻ കഴിഞ്ഞില്ല. അവിടെയും തോറ്റു. പിറകെ മറ്റൊന്ന്, അവൾക്കൊരമ്മയാകാൻ കഴിയില്ല എന്ന വാർത്ത. ഓർക്കാൻ ഇഷ്ടമില്ല എങ്കിലും ഓർത്തു പോകുന്നു. എല്ലാം ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടവന്റെ അവസ്ഥ. പെട്ടെന്ന് അടുത്തിരിക്കുന്ന ആൾ എന്തോ ചോദിക്കുകയും സ്വപ്നത്തിൽ നിന്നെന്ന പോലെ ഞെട്ടിത്തരിക്കുന്നു. ഏയ്, ഒന്നുമില്ല എന്ന മറുപടിയുമായി വീണ്ടും ചിന്തയിലേക്ക് ആഴ്ന്നിറങ്ങി. യാത്രക്കിടയിൽ പഴയതിനെ ഒന്നുകൂടി ആവർത്തനം ചെയ്തെടുക്കുമ്പോൾ കണ്ണിൽ നിന്നും മഴത്തുള്ളി പോലെ കണ്ണുനീർ ധാരധാരയായി വർഷിക്കാൻ തുടങ്ങിയത് അറിയാതെ പോയി. ഇനി ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് എൻ്റെ യാത്ര. പ്രതാപൻ സ്വയം ഓരോന്ന് ചോദിക്കുവാൻ തുടങ്ങി. വർഷങ്ങൾ നീണ്ട പ്രണയം, അതിനെ തല്ലിക്കെടുത്തി മറ്റൊരുവളുടെ പിറകെ പോകുമ്പോൾ അറിഞ്ഞിരുന്നില്ല വെറുതെയുള്ള ജീവിതമാണെന്ന്. അച്ഛാ എന്നൊരു വിളി സ്വപ്നത്തിൽ പോലും കേൾക്കാൻ തനിക്ക് പറ്റില്ലല്ലോ എന്നായി മനസ്സ് മുഴുവൻ. പതിയെ മറ്റൊരു സ്റ്റേഷനിലേക്ക് വണ്ടി സാവധാനം നിർത്താൻ പോകുമ്പോഴാണ് അയാൾക്കിറങ്ങാനായതെന്ന് മനസ്സിലായത്. അയാൾ അറിയാതെ ആ കുഞ്ഞു വിരൽ സ്പർശിച്ചു. അച്ഛാ, അച്ഛാ എന്ന വിളി അയാളിൽ എന്തെന്നില്ലാതെ കോരിത്തരിപ്പുണ്ടാക്കി. കണ്ടു നിന്നവരൊക്കെ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. ആ കുഞ്ഞു മനസ്സ്. അത് കാണാൻ ആർക്കുമായില്ല. കുഞ്ഞിന്റെ കൈ പതിയെ വിടുവിച്ചു. ചുണ്ടിലൊരു മുത്തവും നൽകി അയാൾ ഇറങ്ങി നടക്കുമ്പോഴായിരുന്നു പിറകിൽ നിന്നും ഒരു വിളി. പ്രതാപ്. ആ വിളി എവിടെയോ കേട്ടു മറന്നതുപോലെ. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അയാൾ സ്തംഭിച്ചു പോയി. ഞാൻ ഉപേക്ഷിച്ച എൻ്റെ ദേവി. അപ്പോൾ ആ കുഞ്ഞ്. ദൈവമേ, ഒരിക്കൽ ഞാൻ തട്ടിമാറ്റിയ ജീവിതമാണോ അത്? ചിന്തകൾ ആഴത്തിൽ വേരൂന്നിക്കൊണ്ടിരുന്നു. സ്വയം ചോദ്യങ്ങളും ഉത്തരവുമായി വീണ്ടും യാത്ര. എവിടേക്കെന്നറിയാത്ത യാത്ര. അകലേക്ക് കഥ പറഞ്ഞത് വിനിത രാമചന്ദ്രൻ.